ന്യൂസ് 16 കേരള. പരസ്പര ആക്രമണ ഭീഷണി മുഴക്കി ഇസ്രായേലും ഇറാനും. പരസ്പര ആക്രമണ ഭീഷണി മുഴക്കി ഇസ്രായേലും ഇറാനും. ലബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെതിരെ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇസ്രായേലിനെ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാൻ ഭരണകൂടം നാശം അർഹിക്കുന്നതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തിരിച്ചടിച്ചു. ലബനാനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ തുറന്ന സൈനിക നടപടി ആരംഭിച്ചാൽ സർവനാശമാകും ഫലമെന്ന് ഇറാന്റെ പ്രതിനിധി UN പ്രതികരിച്ചതിന് പിന്നാലെയാണ് കാറ്റ്സ് രംഗത്തെത്തിയത്. ഹിസ്ബുള്ള തെക്കൻ ലബനാൻ അതിർത്തിയിൽ നിന്നുള്ള ആക്രമണം തുടർന്നാൽ ഇസ്രായേൽ പൂർണ്ണ ശക്തിയോടെ തിരിച്ചടിക്കുമെന്നും കാറ്റ്സ് വ്യക്തമാക്കി. ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ച നാൾ മുതൽ ഇറാന്റെ പിന്തുണയുമായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിന് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേൽ ഇതുവരെ 30ഓളം പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ 400-ലേറെ പേരാണ് ലബനാനിൽ കൊല്ലപ്പെട്ടത്. ഗാസ യുദ്ധം അവസാനിക്കാതെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം നിർത്തില്ലെന്ന് ഹിസ്ബുള്ളയുടെ പക്ഷം. കഴിഞ്ഞ ഏതാനും ദിവസമായി വടക്കൻ ഇസ്രായേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ പ്രകോപനം രൂക്ഷമാണ്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.